Hello friends, welcome to 𝙬𝙬𝙬𝙯 channel സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ബ്ലൂ ആധാർ കാർഡിനെ കുറിച്ചാണ്. അപ്പോൾ ആധാർ കാർഡ് എല്ലാവർക്കും അറിയായിരിക്കും. എന്താ വെച്ചാൽ ആധാർ കാർഡ് നമ്മുടെ ഇന്ത്യയിൽ ഒരു മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐഡൻറ്റിറ്റി കാർഡാണ്. ഐഡൻറ്റി കാർഡ് മാത്രമല്ല നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഇതിലേക്ക് ലിങ്ക്ഡാണ്. ബാങ്ക് ഡീറ്റെയിൽസ് ആയാലും എല്ലാത്തിലും ലിങ്ക്ഡാണ്. നിങ്ങൾക്കിപ്പോൾ നമ്മുടെ ഏതോ നമ്മുടെ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ നമ്മുടെ ട്രൗസറിൻ്റെ വള്ളിയും കൂടി ഇതിൽ ലിങ്ക് ചെയ്യാനുള്ളൂ. അതുപോലത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ സംഭവവും നമ്മുടെ ഇതിൽ ലിങ്ക്ഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ആധാർ കാർഡ് എന്തായാലും ആരും കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ ഈ നിങ്ങളെന്തായാലും ബ്ലൂ ആധാർ കാർഡ് എന്തായാലും കുറച്ച് പേരെ കേട്ടിട്ടുണ്ടാവുള്ളൂ. അധികം ആരും കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ആക്ച്വലി ബ്ലൂ ആധാർ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ കിഡ്സ് ഉണ്ടല്ലോ, കിഡ്സ് ബിലോ 5 ഇയേഴ്സിന് കിട്ടുന്ന ഒരു കാർഡാണ് ബ്ലൂ ആധാർ കാർഡ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയൊന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണമെന്ന് ചെക്കൗട്ട് ചെയ്യുക. ആമസോൺ സ്റ്റോറിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കണമെന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ നമ്മുടെ ചാനലിൻ്റെ പേജ് ആമസോൺ തുടങ്ങുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ ആമസോൺ പർച്ചേസിംഗ് കുറച്ചുകൂടി ഈസി ആക്കാനുള്ള സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഒരു ഹോം പേജ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും അതുപോലെ എല്ലാത്തിനെയും ടോപ്പ് 5 കാറ്റഗറി ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പർച്ചേസിംഗ് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ 2 ഗിവ് അവേ വീഡിയോ ഉണ്ടായിരുന്നു. റിയൽമി ബഡ്സ് എയർ 3 അതുപോലെ തന്നെ OnePlus ബുള്ളറ്റ് വയർലെസ് Z2. അപ്പോൾ അത് കാണാത്തവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ പുതിയ ചാനൽ കാണാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് ചെയ്യാട്ടെ. എന്ന് വെച്ചാൽ നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നമ്മളധികം ഫുഡ്സും പെറ്റ്സിൻ്റെയും കാര്യങ്ങളൊക്കെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങി നമ്മൾ എന്തായാലും ഒരു 10ൻ്റെ മുകളിലപ്പോൾ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഞാൻ എന്തായാലും കമ്മ്യൂണിറ്റി പോലും അല്ലെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ മൊബൈലിലേക്ക് അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അല്ല, മൊബൈലിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്താ നമുക്ക് ആക്ച്വലി ഇത് ഒരു അപ്ലൈ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ നമ്മുടെ ആധാർ കാർഡ് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യാൻ നമ്മുടെ ഐഡൻറ്റിറ്റി പ്രൂഫും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ആക്ച്വലി നമ്മുടെ ബ്ലൂ ആധാർ കാർഡ് എന്ന് പറയുന്നത് കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്കുള്ളത് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഒരു പാരൻറ്റിൻ്റെ ഒരു ആധാർ കാർഡിൻ്റെയും പ്രൂഫും കൊണ്ട് നമുക്ക് നമ്മുടെ ഈ ആധാർ അപ്ലൈ ചെയ്യുന്ന കിസാൻ സേവ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്ര അല്ലെങ്കിൽ ഓൺലൈനിൽ നമുക്ക് ചെയ്യാം. നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റൂട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് ആക്ച്വലി നമ്മുടെ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ നമുക്ക് ആധാർ കാർഡിൽ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ബയോമെട്രിക്സ് അതായത് നമ്മുടെ ഫിംഗർ പ്രിൻറ്റും ഐറിസ് സ്കാനറൊക്കെ നമുക്ക് സ്കാൻ ചെയ്യുന്നതാണ്. പക്ഷേ ഇത് ചെറിയ കുട്ടികളുടെ ആയതുകൊണ്ട് തന്നെ ന്യൂ ബോൺസിനൊക്കെ ആയതുകൊണ്ട് തന്നെ അതിനായിട്ട് എടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ 5 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് നമ്മുടെ നോർമൽ ആധാർ കാർഡിലേക്ക് മാറ്റണം. അതൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നമ്മൾ ബ്ലൂ ആധാർ കാർഡ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമുക്കിത് മറ്റേ പിന്നെ ഇരിക്കാൻ പറ്റില്ല. 5 വയസ്സ് കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് ആവും. പിന്നെ നമ്മൾ നോർമൽ ആധാർ കാർഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ ഇത്രയേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഒരു പാരൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റും ഒരു ആധാർ കാർഡും മാത്രം മതിയിട്ട് അത് ചെയ്യാൻ. ഓൺലൈനിൽ ചെയ്യാം, ഓഫ്ലൈനിൽ ചെയ്യാം, എല്ലാത്തിലും ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ നോർമൽ ആധാർ കാർഡൊക്കെ അതേ തന്നെ സെയിം തന്നെയാണ്. നമ്മൾ എവിടെയാണ് പോകേണ്ടത് അതൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ പിന്നെ എന്തായാലും നിങ്ങൾക്ക് ഇത് മസ്റ്റായിട്ടുള്ളൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ ആധാർ കാർഡിലാണ് നമുക്കിപ്പോൾ ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റില്ല. പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്, ഇപ്പോൾ എസ്പെഷ്യലി പാരൻസ് കേട്ടോ. അപ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും ഗിവ് വീഡിയോ കണ്ടിട്ട് നമ്മുടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ നമ്മുടെ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് വീഡിയോ എൻ്റെ ചെയ്താലും അടുത്ത വീഡിയോയിലാണ്.